ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് മുടി നന്നായിട്ട് വളരാനും അതേപോലെ നരച്ച മുടി കറുപ്പിക്കാനും വേണ്ടി വീട്ടിൽ ഹെന്ന തയ്യാറാക്കുന്നത് എന്നാണ്. ഇത് 2 പാർട്ടായിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ ആദ്യം ഹെന്ന മിക്സ് തയ്യാറാക്കി അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു പൊടി ഉപയോഗിച്ചിട്ട് ഹെയർ പാക്ക് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മിസ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം, എങ്കിലേ നിങ്ങൾക്ക് ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുക. അതിൽ നമ്മൾ ചായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇത് തിളച്ച് വരുമ്പോൾ കുറച്ച് ഉലുവ ചേർക്കുക. ഒരു സ്പൂൺ വരെ, ഞാൻ ഈ എടുത്തൊരു അളവിൽ ഉലുവ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അത് മാറ്റി വെക്കുക കേട്ടോ, തണുക്കാനും വേണ്ടി. നമുക്ക് ഒരു കറിവേപ്പില, ഇങ്ങനത്തെ ഒരു കറിവേപ്പില തണ്ടും ഒരു നെല്ലിക്കയും എടുക്കുക. അത് നന്നായിട്ട് മിക്സി ജാറിൽ ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് ഞാനിവിടെ ബഞ്ചാരാസിൻ്റെ ഹെന്ന പൗഡറാണ് എടുത്തത്. നാച്ചുറൽ ഹെന്ന എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഓക്കെ, വീട്ടിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി എടുക്കുക. ഈ ഒരു ചട്ടി ഇല്ലെങ്കിൽ നിങ്ങൾ സ്ലൈഡോ അല്ലെങ്കിൽ ഒരു ആണിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ പാത്രത്തിൽ ഹെന്ന മിക്സിൽ ചേർത്ത് കൊടുത്താൽ മതി. തലയിൽ തേക്കുന്ന സമയത്ത് അതെടുത്ത് മാറ്റണം. ആ ഒരു ഇരുമ്പ് സത്ത് ഈ ഒരു ഹെന്ന മിക്സിലോട്ട് ഇറങ്ങി വരാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂണാണ് എടുത്തേക്കുന്നത്. ഈ ഒരു സ്പൂണിന് 2 സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. തൈര് ഇങ്ങനെ മുടിയിൽ ചേർക്കുന്നത് നമ്മുടെ തലയിൽ താരനും മുടി കൊഴിച്ചിലും ചൊറിച്ചിലും ഒക്കെ മാറാനും വേണ്ടി നല്ലതാണ്. മുടി നല്ലൊരു സ്മൂത്തി സിൽക്കി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ചായ മിക്സ് ഇല്ലേ, ചായപ്പൊടിയും ഉലുവയും ചേർത്ത് തയ്യാറാക്കി ആ ഒരു മിക്സ് തണിയാൻ വെച്ചത്, അത് നന്നായിട്ട് അരിച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ തലയിൽ ഒരുപാട് നരച്ച മുടി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വെള്ളം തയ്യാറാക്കുമ്പോൾ, ചായ മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് ചായപ്പൊടിയുടെ കൂടെ അത്രയും അളവിൽ തന്നെ കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡാർക്ക് ബ്രൗൺ നിങ്ങളുടെ മുടിക്ക് നൽകും. ഇനി ഈ ഒരു മിക്സ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് അതിലോട്ടൊരു മുട്ട ചേർത്ത് കൊടുക്കാം. എഗ്ഗ് തലേ ദിവസം തന്നെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ രാവിലെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് ചേർത്താലും മതി. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. തലേ ദിവസം മിക്സ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ എഗ്ഗും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കും. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ടാണ് ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്. കോഴിമുട്ട ചേർക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിനും മുടിയുടെ നല്ല വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ്. ഓക്കെ, നമ്മളൊരു രാത്രി മുഴുവൻ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കും. പിറ്റേ ദിവസം രാവിലെ വന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നന്നായിട്ടൊരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ ഈ ബ്ലാക്ക് കളറൊക്കെ ഒരു അയൺ കണ്ടൻറ്റ് ചേർന്ന് അങ്ങ് മിക്സായി നിൽക്കുവാണ്. ഹെന്ന അപ്ലൈ ചെയ്യുന്നതും വാഷ് ചെയ്യുന്നതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് പാർലറിൽ പോയി ചെയ്യാൻ തോന്നും കേട്ടോ. കാരണം അവരാകുമ്പോൾ നല്ല വൃത്തിക്ക് എല്ലാം ചെയ്തു തരുമല്ലോ, നമ്മളൊന്നും അറിയണ്ട. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തലയ്ക്ക് നല്ലൊരു തണുപ്പും നല്ലൊരു ഫീലാട്ടോ. അതേപോലെ നമ്മുടെ തലയിലെ ഡാൻഡ്രഫും ഹെയർ ഫോൾസ് പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഹെന്ന നല്ലതാണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ചുറ്റുപാടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പറഞ്ഞു വരുന്നത് മൈലാഞ്ചിയുടെ കറ എല്ലായിടത്തും ആവും. നമ്മൾ സ്വന്തമാണ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ചും കയ്യിൽ ഗ്ലൗസ് അല്ലെങ്കിൽ ഒരു കവറോ എടുത്തിട്ട് ഇടണം. അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിലും ഒക്കെ ഈ ഒരു കറയാവാതെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. അതേപോലെ മുടിയിൽ മുഴുവനായിട്ടും ഹെന്ന പുരട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു കവർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. കാരണം അത് സ്പ്രെഡ് ആവാതിരിക്കാനും കഴുത്തിലേക്കും മുഖത്തേക്കും ഒക്കെ ഒലിച്ചിറങ്ങാതിരിക്കാനൊക്കെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു മൈലാഞ്ചി മിക്സ് നമ്മൾ തലയിൽ 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കഴുകി കളയാം. ഇപ്പം എൻ്റെ മുടിയിൽ നരച്ച മുടിയൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡായി വന്നു. ഇനി നമുക്ക് ഈ മുടിയൊക്കെ ഒന്ന് കറുപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ നീലയമരിയാണ് എടുത്തിട്ടുള്ളത്. നീലയമരി പൗഡർ, ഇൻഡിഗോ പൗഡർ നമുക്ക് മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. അതൊന്ന് ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതെടുത്ത് നേരെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ നരച്ച മുടി അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹെന്ന ചെയ്തിട്ട് ബ്രൗൺ കളറായ മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഒരു അരമണിക്കൂർ വെച്ചാൽ മതി, അത്രയും ഞാൻ വെക്കാറുള്ളൂ. അപ്പോൾ തന്നെ നല്ല ബ്ലാക്ക് കളറായിട്ട് വരും. പിന്നെ ഇത് 2 ദിവസം വെച്ച് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഒരു ദിവസം തന്നെ ഇത് രണ്ടും ചെയ്യാം. കാരണം ഹെന്ന ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് മുടി നന്നായിട്ട് ഉണങ്ങിയാൽ നമുക്ക് നീലയമരി അപ്ലൈ ചെയ്യാം. എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. എൻ്റെ മുടിയൊക്കെ നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.